സുഹൃത്തുക്കളെ, ഇന്ന് ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനം. അഹിംസ വ്രതമാക്കി മാറ്റിയ മഹാത്മാവ് അഹിംസയെ പോലെ തന്നെ മദ്യപാനത്തെയും അദ്ദേഹം എതിർത്തിരുന്നു. മദ്യം കഴിച്ച ഒരുപാട് കുടുംബങ്ങൾ തകർന്ന് നമുക്ക് കാണാൻ സാധിക്കും. മദ്യത്തെ ഒരു സാമൂഹിക വിപത്തായാണ് അദ്ദേഹം കണ്ടിരുന്നത്. നമ്മുടെ ശരീരത്തെയും സമ്പത്തിനെയും ഒരേപോലെ തകർക്കുന്ന മദ്യപാനത്തെക്കുറിച്ചും അതിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗത്തെക്കുറിച്ചും ഞാനും കവിത എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാവേലി വാണൂരു നാട്ടിലുണ്ടെങ്ങിങ്ങു ചേലോടെ നിൽക്കുന്ന മാവേലി സ്റ്റോറുകൾ, ഉപ്പ് കർപ്പൂരാതി പല വ്യഞ്ജനങ്ങൾ കാടുണ്ടി സബ്സിഡിക്കല്ലാതെയും കിട്ടും. എന്നാലോ ഒട്ടേറെ മാവേലി ഷോപ്പുകൾ വേറെയുമുണ്ടല്ലോ മറ്റൊരു നാമത്തിൽ. ഉപ്പില്ല, മുളകില്ല, കർപ്പൂരവുമില്ല, ലോകേരെ കൊല്ലാതെ കൊല്ലും വിഷം മാത്രം. മദ്യവിഷം വാങ്ങാൻ നട്ടുച്ചക്കം നിൽക്കും, പേമാരിയായാലും ക്യൂവിനെ എതിർക്കില്ല. നല്ലൊരു മുണ്ടില്ല, ഷർട്ടുമല്ല ഇടാൻ, കോലു പോലുള്ള ശരീരമാണേറെയും. കിട്ടുന്ന കാശൊക്കെ നീട്ടിക്കൊടുത്തിട്ട് കുപ്പി വാങ്ങിക്കുവാൻ ഒട്ടും മടിയില്ല. അന്നം കഴിക്കാതെ മദ്യം ഇറക്കുന്നവരുള്ളൊരു നാടല്ലോ ദൈവത്തിന് സ്വന്തം നാട്. കണ്ണുള്ള മർത്യരെ കണ്ണീരിലാഴ്ത്തുന്ന കാഴ്ചക്കറുതി വരുത്തിയിടണം പാടെ. മദ്യം കുഴക്കുവാൻ ചിന്തിച്ചു പുണ്ണാക്കി നേരം കളയേണ്ട ഒരൊറ്റ മൂലിയുണ്ട്. നല്ലൊരു പൂവഴി മുന്നിൽ കളിക്കുമ്പോൾ അന്തരചേഷ്ടകൾ എന്തിനു സോദരെ. വ്യായാമശീലങ്ങൾ ചൊട്ടയിലെ തന്നെ ഒട്ടിയുറപ്പിച്ചാൽ മദ്യമകന്നു പോവും.